നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു നിശബ്ദ ഒരു വിപ്ലവം നടക്കുന്നുണ്ട് ജൻസികളുടെ ഇടയിൽ. വളരെ ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ, എന്നാൽ അതൊരു വലിയൊരു മാറ്റമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കാറ്റ് വിതച്ച് വലിയ കൊടുങ്കാറ്റായിട്ട് മാറുന്നൊരവസ്ഥ. അത് എന്താ സംഭവം എന്നറിയോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവുണ്ടോ? സംഭവം ഭയങ്കര സംഭവം തന്നെയാണത്. അതിന്റെ പിന്നിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു സാംസ്കാരികമായ വലിയൊരു വേലിയേറ്റം പോലെയാണ് ഇപ്പോഴത് വന്നുകൊണ്ടിരിക്കുന്നത്. വേലിയേറ്റമല്ല, കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്കാരത്തിലേക്ക് വേടനെ പോലുള്ളവരാണോ വേണ്ടത്, അതോ സാംസ്കാരികമായും സാമൂഹ്യമായും ഒറ്റപ്പെട്ട മലയാളി യുവതയുടെ ആ മനസ്സിനെ പുതിയൊരു തലത്തിലേക്ക്, അതായത് അവരെ ശക്തിപ്പെടുത്തുന്ന ആത്മീയതയുടെയും ആത്മഹർഷത്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു നടന്നു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ യുവാക്കൾ. ഇതൊരു നല്ല ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ശരിയാണ്. ഈ റീൽ മിക്സും അതുപോലെ തന്നെ മറ്റുള്ള DJ പാർട്ടികളിലൊക്കെ കൂടി ലഹരിയുടെ ഉന്മാദത്തിൽ ലയിച്ചിരുന്നൊരു തലമുറ ഇന്ന് വലിയൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അവർ ഭക്തിസാന്ദ്രമായ ഒരവസ്ഥയിൽ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. അങ്ങനൊരു ഗ്രൂപ്പ്, ആ പ്രായത്തിലുള്ള ഒരു ഗ്രൂപ്പ് വലിയൊരു ഭജന സംഘമായിട്ട് കേരളത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഈ നന്ദഗോവിന്ദം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ കേരളത്തിൽ ഇത്തരം പേരുകളൊന്നും ഉച്ചരിക്കാൻ പാടില്ല, ഇത് മതവുമായിട്ട് കണക്ട് ചെയ്യും, വർഗീയതയായിട്ട് വരും തുടങ്ങിയ ഒരു ഭയമുണ്ടായിരുന്ന ഒരു യുവസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരതിന് പകരം ഇവിടുത്തെ ആത്മീയമായ ഈ പറയുന്ന ഈടുറ്റ ആ അനുഭവങ്ങളിൽ നിന്ന് മാറി ആ സ്ഥാനത്തേക്കാണ് ലഹരി വസ്തുക്കളെ കൊണ്ടുവന്നത്. ലഹരി വസ്തുക്കളിലൂടെ മറ്റെന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഒളിച്ചു കിടത്താനും സാധിക്കും. തീർച്ചയായിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഇപ്പം ഈ നന്ദഗോവിന്ദത്തിൻ്റെ ഭജനകൾക്ക് വരുന്നത് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളാണ്. അവർക്ക് കൊടുക്കാൻ ഡേറ്റ് പോലും ഇല്ലാത്ത രീതിയിൽ അവരെ ആവശ്യപ്പെടുന്നവരുടെ മുന്നിൽ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഉടനെ എങ്ങും നിങ്ങൾക്ക് തരാൻ ഡേറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. സത്യമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല. അതെ, കേരളത്തിലേക്ക് ഇത് വന്നു എങ്കിൽ കേരളത്തിൽ വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു യുവാവിന് കഴിഞ്ഞൊരു ദിവസം അവാർഡ് കിട്ടിയത് വലിയ വിവാദമായി നമുക്കറിയാമല്ലോ. എന്ത് ചെയ്തിട്ടാണ് അവാർഡ് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് ഇത്തരം ഒരു കാര്യത്തിന്റെ പ്രസക്തി ഇവിടെ വരുന്നത്. അതായത് സംസ്കാരത്തിനെതിരെ കുലഭ്യം പറഞ്ഞൊരാൾക്ക് അവാർഡ് കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ സംസ്കാരമാണ് ശരിയെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ല, അതിൻ്റെ അകത്ത് ഒരു വിഭാഗമേ ഉള്ളൂ. അത്തരം പാട്ടുകൾ ശ്രവിക്കുക, അത്തരം പാട്ടുകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുപോലത്തെ ഇത്തരം ഭജനകൾ, പാട്ടുകൾ കേൾക്കുന്നതെന്ന് വലിയ എല്ലാവർക്കും, എത്തിസ്റ്റുകൾ പോലും പറയുന്നു ഇതൊരു ഭക്തിസാന്ദ്രമായ ഭക്തി ഗാനങ്ങളാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ എത്രമാത്രം അത് ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വാസ്തവമാണ്. യുവാക്കളുടെ ബ്രെയിനിന്റെ പോസിറ്റീവ് വേവ് ലെങ്തുകളെ ഉത്തേജിപ്പിക്കുക, അവരെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കുക. അതിനെ കള്ളും കഞ്ചാവും അടിച്ച് വെറുതെ ബഹളം വെക്കുന്നിടത്ത് പോയി പിന്നെ തിരിച്ചു വന്നിട്ട് അതിന്റെ ഹാങ് ഓവർ മാറാൻ കിടന്ന് ഉറങ്ങുന്നതല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ യുവാക്കൾക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ശ്രീ രവിശങ്കറിനെ പോലുള്ള ആൾക്കാർ കൊണ്ടുവന്നൊരു മാർഗമുണ്ട്. ഇപ്പോൾ ശ്രീയുടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആദ്യം അതിലേക്ക് പോകാൻ മടിയായിരിക്കും, വളരെ നിർബന്ധിച്ചായിരിക്കും പോകുന്നത്. പക്ഷെ പോയതിന് ശേഷമുള്ള ആത്മീയ അനുഭവം വളരെ വലുതാണ്. പോയവരാരും പിന്നീട് അത് വേണ്ട, മോശമാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് പണ്ട് നമ്മുടെ ഓഷോ രജനീഷ്, അതായത് ഭഗവാൻ രജനീഷ് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിൽ ചെയ്തു. അമേരിക്കയിൽ ഇതേ ട്രെൻഡ് തന്നെയാണ് കണ്ടത്. അമേരിക്കയിലെ യുവാക്കളുടെ ഒരു കുത്തൊഴുക്ക് അദ്ദേഹത്തിലേക്ക് വന്നു. അവിടെയും അന്ന് റാപ്പ് ഉണ്ടായിരുന്നു, പോപ്പ് ഉണ്ടായിരുന്നു, ഹിപ്പ് ഹോപ്പ്, അതല്ലേ പറയുന്നത്, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു, ഡിസ്കോ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കുന്ന വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നിന്നാണ് അവർ ഈ ചന്ദനത്തിരിയുടെയും മണത്തിലേക്കും നെയ്വിളക്കിന്റെ പ്രകാശത്തിലേക്കും വന്നത്. കേരളത്തിൽ എന്തുകൊണ്ടതായിക്കൂടെ? കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയുണ്ട്. ആ തലമുറയ്ക്ക് മാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് വേണ്ടതെന്ന് ഇന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ യുവാക്കൾക്ക് എന്താണ് വേണ്ടത്, പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മുടെ നിർമ്മാതാക്കൾക്കോ ഗാനരചയിതാക്കൾക്കോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവിടെ നല്ല സൃഷ്ടികൾ വരുന്നില്ലെന്ന് പറയും.
പക്ഷെ അവർക്ക് വേണ്ടത് അവരിപ്പോൾ സ്വയം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര കനത്ത ജനപങ്കാളിത്തം എങ്ങനെ ഇതിൽ വരും? അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ഒരു മാനസിക പരിവർത്തനമുണ്ട്. തീർച്ചയായിട്ടും മാനസിക അത് മാത്രമല്ല, ഈ ഇവരുടെ ഭജൻസില് ആ കാണികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കൂടി പാടിപ്പിക്കുന്നു, ഇതുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതിപ്പോൾ റാപ്പിലൊക്കെ കാണുന്ന റാപ്പ് സംഗീതം വന്നിട്ട് ആക്രോശിക്കുകയാണ് ചെയ്യുന്നത്. ആക്രോശിക്കുന്നു, അത് ഇത് മറ്റേത് കഴുകണം, കെട്ടണം, വെട്ടണം, തൊട്ടണം, അതൊന്നുമല്ല. എത്ര മുരഹരി എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ വളരെ രസകരമായിട്ട് പോകുന്നു. അല്ലെങ്കിൽ നന്ദഗോവിന്ദത്തിലുള്ളതെല്ലാം നമുക്ക് നേരത്തെ പരിചയമുള്ള ഗാനങ്ങൾ തന്നെയാണ്. അതെ, ഹൃദ്യമായി അതിൻ്റെ താളമേള കൊഴുപ്പുകളെ നമ്മളിലേക്ക് ലയിച്ചിറങ്ങുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തിക്കൊണ്ടാണ് അവരത് പാടുന്നത്. അതൊരു സംഘം യുവാക്കളാണ്. അവർ ചെല്ലുന്ന ഇടത്തെല്ലാം ഇവരെ കാണുവാനും ഇവരുടെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഇവരുടെ ഭാഗമായി തീരുവാനും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ല, കേരളത്തിലുള്ളവർ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞിടക്ക് വേടന്റെ സ്റ്റേജിലേക്ക് ചുറ്റും ആൾക്കാർ നിന്ന് വേടനെ ഒന്ന് കാണാൻ പോലും പറ്റില്ലെന്ന് ബഹളം വെക്കുന്നത് പോലുള്ള ആക്രന്ദനങ്ങളൊന്നും അവിടെ ഇല്ല. ഇല്ല, കണ്ട് തൃപ്തിപ്പെടുക, സന്തോഷം കിട്ടുക. കാരണം നാളത്തേക്കൊന്നുമല്ല, അവരുടെ മനസ്സിനെ സംഗീതത്തിന്റെ ലഹരിയിൽ, ഭക്തിയുടെ ലഹരിയിൽ ആഴ്ത്തിയ ആളുകളോടുള്ള സ്നേഹ ബഹുമാനങ്ങളാണ്. കുറച്ച്, അതായത് തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് അവർ പോലും ഇതുവരെ സ്വപ്നം കാണാത്ത ഒരു അനുഭൂതിയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. അതാണ് ഈ ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരോട് കണക്റ്റായി നിൽക്കുക, വീണ്ടും അതിലേക്ക് എത്തുക, ആ അപൂർവമായ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളിൽ ഭാഗമാകുക. തീർച്ചയായിട്ടും അതാണിപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റത്തിന്റെ പിന്നിൽ നമ്മുടെ സമൂഹത്തിലെ പുഴുക്കുത്തുകളായിട്ട് ഉള്ള കുറെ സാംസ്കാരിക നായകരുടെ തെറ്റായ സാംസ്കാരിക അവതരണ രീതികളുണ്ട്. അതിനെ വെല്ലുവിളിക്കാൻ തന്നെയാണ് നമ്മുടെ മലയാളി യുവാക്കൾ തയ്യാറായിരിക്കുന്നത്. സത്യം. അവരുടെ ഭജൻസും അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്ന കാര്യം സംശയമേ ഇല്ല. ഇനി അത്രമാത്രം ഒരു മാറ്റം ഉൾക്കൊണ്ടാണ് അവർ മാറ്റം ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ. ആദ്യകാലങ്ങളിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ആരും ഇതൊന്നും കേൾക്കാനില്ലായിരുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും കേൾക്കാൻ. അവർ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഒരു അമ്മമ്മ മാത്രമാണ് ഫ്രണ്ടിലുണ്ടായിരുന്നത്. കൊണ്ടുപോയി അത് തന്നെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തില് പലപ്പോഴും സമൂഹത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ചിലർ അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. അത് പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾക്ക് താല്പര്യമുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ ഇതിന് എത്ര നാൾ ജനങ്ങൾ സഹിക്കും? അവർക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആരും ഈ ഒരു കാര്യത്തിൻ്റെ, അതായത് പിന്നിൽ ഇതിപ്പോൾ ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് പോയാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള മൂഢധാരണകളിൽ നിന്ന് അവർ മാറുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്കിതായിക്കൂടാ? അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ആൾക്കാർക്ക് അവരുടേതായ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു മടിയുമില്ല. ടെക്നോളജിയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്നവരാണ് അവർ. അവർക്ക് മടിയില്ലാത്തടത്ത് ഞങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? എന്തൊക്കെയായാലും ഒരു പുതിയ ഉപസംസ്കാരം കേരളത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം. ഇതൊരു തരം ആത്മീയ പ്രതിഷേധം കൂടിയാണ്. കാരണം ഇന്ന് മാറി വരുന്ന അമിതമായിട്ടുള്ള ലഹരിയോടുള്ള എതിർപ്പും, കാരണം കുറേ കുട്ടികളും കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാവരും അത്തരം കാര്യങ്ങളിലേക്ക് വഴുതി പോകുമ്പോൾ അതിനോട് മാറ്റം അനിവാര്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള മുമ്പോട്ട് പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു ആത്മീയ പ്രതിഷേധം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സംസ്കാരം, അതായത് മലയാളിയുടെ സംസ്കാരം ഇന്നുവരെ നമ്മൾ കണ്ടിരുന്നതല്ല, മറിച്ച് അതെവിടെയോ വഴിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട്, സിനിമ സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് പങ്കുണ്ട്, അതേപോലെ തന്നെ എഴുത്തുകാർക്ക് പങ്കുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരും തെറ്റായൊരു സംസ്കാരത്തെ ഇവിടെ വളർത്തിയെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചവരാണ്. മതമില്ല, ദൈവമില്ല, പകരം അവിടേക്ക് പ്രത്യയശാസ്ത്രമാണ് വേണ്ടത്. ആ പ്രത്യയശാസ്ത്രം ഞങ്ങൾ നിശ്ചയിക്കും, നിങ്ങൾ അതിൻ്റെ അടിമകളായിട്ട് തുടരുക. അതിൽ നിന്ന് ആ ചങ്ങലകളെ ഞങ്ങൾ പൊട്ടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇനിയുള്ള കാലത്തെങ്കിലും സന്തോഷത്തിൻ്റെ, മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സന്തോഷത്തിൻ്റെ, അതായത് ഇപ്പോൾ മദ്യം കുടിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ നഷ്ടപ്പെടുത്തുന്ന ആരോഗ്യവും പണവും ഒന്നും പോകാത്ത രീതിയിൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ഇത് ഒരു സാംസ്കാരികമായ നവോത്ഥാനമാണ്. യഥാർത്ഥ കേരളത്തിൻ്റെ നവോത്ഥാനം
ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, യുവാക്കളിൽ നിന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പൂർണ്ണമായി വിജയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം.